Hello, good morning. Today we are discussing default and repossession. Default and repossession. Under hire purchase system, hire purchaser failed to pay any of the installment. The hire vendor has the right to recover or take the goods without any compensation. ഹയർ പർച്ചേസർ പർച്ചേസ് ചെയ്യുന്ന ആൾ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറ്റാതെ വന്നാൽ ഹയർ വെൻഡർ എന്ത് ചെയ്യും? ആ ഗുഡ്സ് റീപ്രൊസസ് ചെയ്യും, ടേക്കൻ ബാക്ക് നടത്തും. ദിസ് ആക്ട് ഓഫ് ടേക്കൻ ബാക്ക് ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ബൈ ദ ഹയർ വെൻഡർ ഈസ് കോൾഡ് റീപൊസഷൻ. റീപൊസസ്ഡ് അസറ്റ് ആർ അൾട്ടിമേറ്റ്ലി സോൾഡ് ടു അതർ കസ്റ്റമേഴ്സ്. ഇങ്ങനെ റീപൊസസ് ചെയ്ത അസറ്റുകൾ ഹയർ വെൻഡർ ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യും? വീണ്ടും സെയിൽ നടത്തും. അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം എന്ത് വാങ്ങിച്ചിട്ടുണ്ട്? ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഹയർ വെൻഡർക്ക് എന്ത് കൊടുക്കണം? ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം, ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കണം. ആ എമൗണ്ടിൽ എന്തെങ്കിലും ഡ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഹയർ വെൻഡർ എന്ത് ചെയ്യും? ആ അസറ്റ് തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് ഹയർ വെൻഡർ എന്താ ചെയ്യുക? ഈ അസറ്റുകൾ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തി, റിപ്പയറൊക്കെ നടത്തിയിട്ട്, റീകണ്ടീഷൻ നടത്തിയിട്ട് വേറെ കസ്റ്റമേഴ്സിന് സെയിൽ നടത്തും. Repossessed assets are ultimately sold to other customers after repairing or reconditioning. In order to deal with the repossession, the hire vendor operate an account. പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതിൻ്റെ പേരാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ആരാ പ്രിപ്പയർ ചെയ്യുക? ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഹയർ വെൻഡർ. ഹയർ പർച്ചേസർ എന്ത് ചെയ്യില്ല? ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യില്ല. ആരാ ചെയ്യുക? ഹയർ വെൻഡറാണ് ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. അതായത് ഹയർ പർച്ചേസറിന് ഹയർ വെൻഡർ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് റീപൊസസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് മാറ്റുക ചെയ്യും. ഹയർ വെൻഡർ മേ ടേക്ക് ബാക്ക് കംപ്ലീറ്റ് ഗുഡ്സ് ഓർ പാർട്ട് ഓഫ് ദ ഗുഡ്സ്. ഹയർ വെൻഡർ ഒരു പക്ഷേ ഗുഡ്സ് കംപ്ലീറ്റോ അല്ലെങ്കിൽ പാർട്ടോ, അതായത് ഇപ്പോൾ 2 ബൈക്കാണ് സെയിൽ നടത്തിയത്. ഇപ്പോൾ 1-2 ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബൈക്ക് എന്ത് ചെയ്യുന്നു? ടേക്കൻ ബാക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പാർട്ട്ലി ആയിരിക്കും. അല്ലെങ്കിൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം? ഗുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് റീപ്രൊസസ് ചെയ്യാം. Thus the repossession may be either or complete or partial. Complete repossession, in case of complete or fully repossession, the hire vendor take back all the goods sold. The hire purchaser close the hire vendor's account by transferring the balance of hire vendor's account to asset account. അപ്പോൾ ഹയർ പർച്ചേസർ ആർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാവും? ഹയർ വെൻഡർക്ക് ക്യാഷ് കൊടുക്കാനുണ്ടാവും. ആ ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യും? അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഹയർ വെൻഡർക്ക് ക്യാഷ് കൊടുക്കാനുള്ളത് 45,000 ആണെങ്കിൽ 45,000 അക്കൗണ്ട് ടു അസറ്റ് എന്നിട്ട് അത് അസറ്റിലേക്ക് ഹയർ വെൻഡർ അക്കൗണ്ട് ടു അസറ്റ് എന്നിട്ട് ട്രാൻസാക്ഷൻ കാണും. ദ അസറ്റ് അക്കൗണ്ട് ഓൾസോ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ബാലൻസ് എമൗണ്ട് ഓഫ് പ്രോഗ്രസ് അക്കൗണ്ട്. ബാക്കി വരുന്ന എമൗണ്ട് പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് കാണിക്കും. സാധാരണഗതിയിൽ ഹയർ പർച്ചേസർക്ക് എപ്പോഴും ലോസാണ് ഉണ്ടാവും. സിമിലർലി ദ ഹയർ വെൻഡർ എന്ത് ചെയ്യും? അവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഹയർ പർച്ചേസറുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ബാലൻസ് ഓഫ് ഹയർ പർച്ചേസ് അക്കൗണ്ട് ടു ദ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട്. ഇതാണ് ഇതിൽ വരുന്ന റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനിൽ വരുന്നത്. നോക്കാം. എക്സാമിന് ചോദിക്കുമ്പോൾ 2 ആളുടെ ബുക്കും ചോദിക്കും. ഹയർ പർച്ചേസറുടെ ബുക്കും ഹയർ വെൻഡറുടെ ബുക്കും അവരുടെ അക്കൗണ്ട് വർക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഹയർ പർച്ചേസർ എങ്ങനെയാണ്, ഇങ്ങനെ റീപ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ പർച്ചേസർ എങ്ങനെയാണ് അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യും? ഹയർ പർച്ചേസർ 2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും. 2 അക്കൗണ്ടുകൾ ഉണ്ടാവും. ഒന്ന് അസറ്റ് അക്കൗണ്ടും മറ്റൊന്ന് ഹയർ വെൻഡറുടെ അക്കൗണ്ട്. വളരെ സിമ്പിളാണ് ഹയർ പർച്ചേസറുടെ അക്കൗണ്ട് കാണിക്കാൻ. അറ്റ് ദ ടൈം ഓഫ് കംപ്ലീറ്റ് റീപൊസഷൻ ബോത്ത് ദ അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. ഇങ്ങനെ റീപ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ 2 അക്കൗണ്ടുകളുണ്ടാവും. ഒന്ന് ഹയർ വെൻഡർ അക്കൗണ്ട് ഉണ്ടാവും, അസറ്റ് അക്കൗണ്ട് ഉണ്ടാവും. ആ 2 അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഹയർ വെൻഡറെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഹയർ വെൻഡർ അക്കൗണ്ട് ടു അസറ്റ്. ഹയർ വെൻഡർ ബാലൻസ് എമൗണ്ട് എത്രയാണോ കൊടുക്കാനുള്ളത്, 45,000 ആണെങ്കിൽ അത് ആ എമൗണ്ട് ബാലൻസ് എമൗണ്ട് അക്കൗണ്ട് ടു അസറ്റ്. ഇനി അസറ്റ് ക്ലോസ് ചെയ്യാൻ ബാലൻസ് എന്തെങ്കിലും എമൗണ്ട് ഒരു 50,000
അസറ്റാണ് ഹയർ വെൻഡർ എടുത്തുകൊണ്ട് പോകുന്നത്. 45,000 ആണ് കൊടുക്കാനുള്ളതെങ്കിൽ 5,000 ലോസ് ആയിരിക്കും. ആ ലോസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലായിട്ട് കാണിക്കും. അപ്പോൾ അസറ്റും ക്ലോസ് ആയി മാറും. ഫോർ ക്ലോസിങ് അസറ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു അസറ്റ്. ഇത്തിരി ഏതിൽ വരുന്നുള്ളൂ? ഹയർ പർച്ചേസിൻ്റെ അക്കൗണ്ടിൽ വരുന്നുള്ളൂ. ഇനി ഹയർ വെൻഡറുടെ അക്കൗണ്ട് എങ്ങനെയാണ് നോക്കാം. ഹയർ വെൻഡർ മെയിൻലി കീപ്പ് ഇറ്റ് ഓൺലി വൺ അക്കൗണ്ട്, ഹയർ പർച്ചേസ് അക്കൗണ്ട്. ഹയർ പർച്ചേസ് അക്കൗണ്ട് മാത്രമേ ആര് കീപ്പ് ചെയ്യുള്ളൂ? ഹയർ വെൻഡർ കീപ്പ് ചെയ്യും. അറ്റ് ദ ടൈം ഓഫ് റീപൊസിഷൻ ഹയർ പർച്ചേസർ അക്കൗണ്ട് ക്ലോസ്ഡ്, ട്രാൻസ്ഫറിങ് ദ ബാലൻസ് ഓഫ് ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്. ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതിലേക്ക് മാറ്റും. ഗുഡ്സ് റീപ്രൊസസ്ഡ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് സെയിൽ ഓഫ് റീപ്രൊസസ്ഡ് ഗുഡ്സ്. ഇങ്ങനെ റീപ്രൊസസ് ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യും? സെയിൽ നടത്തുമ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ട് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോക്കാം ജേണൽ എൻട്രി. വളരെ സിമ്പിളായിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ്. ഗുഡ്സ് ഹയർ പർച്ചേസിൽ നിന്ന് എടുക്കുമ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് ആണ്. ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസ് അക്കൗണ്ട്. ഇപ്പോൾ ഡെപ്റ്റർ ആണ് ഹയർ പർച്ചേസർ, ഡെപ്റ്റർ ക്യാഷ് തരാനുള്ളതാണ്, അവളെ ക്രെഡിറ്റ് ചെയ്യാം. പുതിയ ഗുഡ്സ് വരുന്നുണ്ട്, അസറ്റ് വരുന്നുണ്ട്, അത് അസറ്റ് ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹയർ പർച്ചേസ് അക്കൗണ്ട്. ഇനി ഈ കൊണ്ടുവന്ന ഗുഡ്സിൽ എന്തെങ്കിലും റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് പുറത്തേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ഈ അസറ്റ് എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സിന് സെയിൽ നടത്തുകയാണെങ്കിൽ ക്യാഷ് വരും. ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് ഗുഡ്സ് റീപ്രൊസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇത്തിരിയാണ് ഇതിൽ വരുന്ന ജേണൽ എൻട്രീസുകൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.